ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡാസ്ലറിൻ്റെ പ്രൊഡക്റ്റാണ്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഷെയ്ഡ് വരുന്നത് DLC 025 ആണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്തേക്കണ. കണ്ടില്ല, നമുക്കിത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന DLC 025 ഷെയ്ഡിൻ്റെ റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യാൻ വൈറലായിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഈ ഷെയ്ഡിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ ഹേസൽനട്ട് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് എടുക്കണോ വേണ്ടതെന്ന് ഞാനിനി പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാനിത് വാങ്ങിച്ച് ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയാനല്ല, എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഫസ്റ്റത്തെ ആ ഒരു ലെയർ അടിച്ചപ്പോൾ എനിക്ക്, ഞാനാണെങ്കിൽ പൊതുവേ ഡാർക്ക് ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് ലൈറ്റ് ഷെയ്ഡ്സിനോട് അത്ര താല്പര്യമില്ലെന്നല്ല, ഒട്ടും അടിക്കാറില്ല. ഞാൻ കൂടുതലും ഒരു ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഷെയ്ഡ് അടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂഡായിട്ടിരുന്ന് വെച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ, അയ്യോ എന്തായാലും വാങ്ങിച്ചു പോയി. ഞാനപ്പോൾ ഒരു 3 ലെയറും കൂടെ ഞാൻ ആഡ് ചെയ്ത്, ത്രീ ലെയറും കൂടെ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. ഈ ഒരു ഷെയ്ഡ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡ് വന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസം. സത്യം പറയാല്ല, നല്ല ഷെയ്ഡാണ്, കുഴപ്പമില്ല. നമുക്ക് എല്ലാ ഒരു സ്കിൻ ടോണിനും ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡും കൂടെയാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, അത് യൂസ് ചെയ്യേണ്ട രീതിയിലാണ് നമുക്ക് കാര്യമിരിക്കുന്നത്. കാരണം ആദ്യത്തെ യൂസിൽ തന്നെ എനിക്കൊരു പിഗ്മെൻറ്റഡ് ലിപ്പ് പോലെയാണ് ഫീൽ ചെയ്തത്. അതിനൊരു 3 കോട്ടിങ്ങും കൂടെ അടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആദ്യത്തെ ഒരു ലെയറിൽ തളർന്ന് പോരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 ലെയറും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം ആദ്യത്തെ ലെയറിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൈസ്, നമുക്കിത് എടുത്തു പറയാവുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അത്യാവശ്യം ആദ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് അത് വെറ്റായതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യുന്ന ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കഫ് സിറപ്പിൻ്റെ സ്മെല്ലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കഫ് സിറപ്പിൻ്റെ സ്മെല്ലായിട്ട് തോന്നിയില്ല. ഏതൊരു ഫ്രൂട്ട് ആ ടൈപ്പ് ഒരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സ്മെല്ലൊന്നും അല്ല കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ, വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർത്താണ്. ഈ ഒരു ഷെയ്ഡും നല്ല എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഷെയ്ഡും കൂടെയാണ് കേട്ടോ. സോ എല്ലാവരും വാങ്ങിക്കാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷെയ്ഡിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം അത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷെയ്ഡ് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നത്. ഡാസ്ലറിൻ്റെ വേറെ 2-3 ഷെയ്ഡിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പോയി വേഗം, ഞാൻ ഓൺലൈനല്ല കേട്ടോ അത് വാങ്ങിച്ചത്. ഓൺലൈനാണെങ്കിൽ നമുക്ക് 150 ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചു പറഞ്ഞാൽ എനിക്ക് 200 വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്കും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു ഫോമിലാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഞാനും ഇത് ട്രൈ ചെയ്തു. എനിക്കപ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ കിട്ടിയത്. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു ഷെയ്ഡ് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റിൽ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഒരു 3 കോട്ടിങ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫൈനലായിട്ട് ഇങ്ങനൊരു ഷെയ്ഡ് കിട്ടിയായിരുന്നു. ഈ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, കാരണം നല്ലൊരു ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡ്. അതുപോലെ സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വേണ്ട വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ലഭിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.